വിവാഹശേഷം സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്ന നിരവധി കേസുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഒട്ടും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധത്തിലുള്ള പല കേസുകളും ഉണ്ടാകുന്നുമുണ്ട്. ഭർത്തൃവീട്ടിലെ പീഡനം കാരണം ആത്മഹത്യ ചെയ്യുന്നവരാണ് കൂടുതൽ പേരും. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കേസായിരുന്നു ഉത്ര വധക്കേസ്. 2020 മെയ് 7-ന് കൊല്ലം അഞ്ചലിൽ 25 വയസ്സുള്ള ഉത്ര എന്ന സ്ത്രീ ഉറക്കത്തിൽ മൂർഖൻ പാമ്പിന്റെ കടിയേറ്റ് മരണപ്പെടുന്നു. രണ്ടാം തവണയാണ് ഉത്രയെ പാമ്പ് കടിക്കുന്നത്. ഉത്രയുടെ വിവാഹം കഴിഞ്ഞ് 2 വർഷത്തിനു ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 1 വയസ്സുള്ള ഒരു മകനും ഉണ്ടായിരുന്നു ഉത്രയ്ക്ക്. ആദ്യത്തെ തവണ പാമ്പുകടി ഏറ്റെങ്കിലും ഉത്ര മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു. ഉത്രയുടെ മരണത്തിന് ഒരാഴ്ചയ്ക്ക് ശേഷം തന്റെ മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് സംശയിച്ച് ഉത്രയുടെ അച്ഛൻ പോലീസിനെ സമീപിക്കുന്നു. തന്റെ മകളും മരുമകനും എയർ കണ്ടീഷൻ ചെയ്ത മുറിയിലാണ് കിടക്കുന്നത്. അതിനാൽ ഒരു പാമ്പ് ആ മുറിയിൽ പ്രവേശിക്കാൻ പ്രയാസവുമാണെന്ന് അവളുടെ മാതാപിതാക്കൾ പറഞ്ഞു. ഉത്രയുടെ ഭർത്താവ് സൂരജ് വിഷപ്പാമ്പുകളെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളാണെന്ന് ഉത്ര തന്റെ മാതാപിതാക്കളെ നേരത്തെ അറിയിച്ചിരുന്നു. ആദ്യം ഉത്രയ്ക്ക് പാമ്പുകടിയേറ്റത് തന്റെ ഭർത്തൃവീട്ടിൽ വെച്ചായിരുന്നു. രണ്ടാം തവണ സ്വന്തം വീട്ടിൽ വെച്ച് പാമ്പുകടിയേറ്റാണ് ഉത്ര മരണപ്പെട്ടത്. ഈ 2 സംഭവങ്ങളും സൂരജിന് ഈ കേസിൽ പങ്കുണ്ടോ എന്ന സംശയം പോലീസിൽ ജനിപ്പിച്ചു. പ്രശസ്ത പാമ്പ് വിദഗ്ധനായ വാവ സുരേഷ് ഈ സംഭവത്തിൽ താല്പര്യം കാണിക്കുകയും തുടർന്ന് ഉത്രയ്ക്ക് പാമ്പുകടിയേറ്റ 2 വീടുകളും സന്ദർശിക്കുകയും ചെയ്തു. പിന്നീട് വാവ സുരേഷ് പോലീസിന് തന്റെ സാക്ഷിമൊഴിയും നൽകി. ആദ്യ പാമ്പുകടിയേറ്റ സംഭവത്തിൽ ഉത്രയും സൂരജും കിടന്നത് 2ാം നിലയിലെ മുറിയിലാണ്. ഒരു അണലിക്ക് ആ മുറിയിലെത്താൻ കഴിയില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രണ്ടാമത്തെ തവണ പാമ്പുകടി ഏൽക്കുമ്പോൾ ഉത്രയുടെ വീട്ടിലെ എയർ കണ്ടീഷൻ ചെയ്ത മുറിയിലായിരുന്നു അവർ കിടന്നത്. ഒരു മൂർഖൻ പാമ്പിന് പരസഹായമില്ലാതെ ആ മുറിയിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നും വാവ സുരേഷ് പറഞ്ഞു. വാവ സുരേഷിന്റെ ഈ മൊഴികൾ സൂരജിന്റെ മേലുള്ള സംശയത്തിന്റെ ആഴം കൂട്ടി. തുടർന്ന് ഉത്രയുടെ ഭർത്താവ് സൂരജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2020 ജൂലൈ 12-ന് കൊലപാതകത്തെ കുറിച്ച് പരസ്യമായി സൂരജ് കുറ്റസമ്മതം നടത്തി. കേസിൽ 2ാം പ്രതിയായി പാമ്പുപിടുത്തക്കാരനായ സുരേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തു. കുമാറിന്റെ കയ്യിൽ നിന്നും 10,000 രൂപയ്ക്ക് 2 പാമ്പുകളെ സൂരജ് വാങ്ങിയതായി അദ്ദേഹം പറഞ്ഞു. ഉത്രയെ പാമ്പ് കടിച്ച ദിവസം ഉത്രയ്ക്ക് ഉറക്ക ഗുളികകൾ നൽകിയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. മൂർഖൻ തന്റെ ഭാര്യയെ കടിക്കുമെന്ന് ഉറപ്പാക്കാൻ 11 ദിവസം മൂർഖന് തീറ്റ കൊടുക്കാതെ ഒരു കുപ്പിയിൽ സൂക്ഷിച്ചു. തുടർന്ന് പാമ്പ് കടിയേറ്റ തന്റെ ഭാര്യ മരിച്ചുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. സൂരജിനും കുടുംബത്തിനും 100 പവൻ സ്വർണവും ഒരു പുതിയ കാറും കൂടാതെ 10 ലക്ഷം രൂപയും സ്ത്രീധനമായി നൽകിയിരുന്നു എന്ന് ഉത്രയുടെ പിതാവ് പറഞ്ഞു. ഉത്രയ്ക്ക് സ്ത്രീധനമായി ലഭിച്ച സ്വർണം സ്വന്തമാക്കാനും കൂടാതെ ഉത്രയുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസിയിൽ നിന്നും അവളുടെ മരണത്തിനു ശേഷം ലഭിക്കുന്ന പണം സ്വന്തമാക്കാനും വേണ്ടിയായിരുന്നു സൂരജ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തത്. കോടതിയിൽ ഭാര്യ ഉത്രയെ കൊലപ്പെടുത്താൻ ജീവനുള്ള മൂർഖനെ ഉപയോഗിച്ചതിന് സൂരജ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. സൂരജിന് 17 വർഷം തടവും തുടർച്ചയായ 2 ജീവപര്യന്തവും 5 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു. ഗാർഹിക പീഡനത്തിനും തെളിവ് നശിപ്പിക്കലിനും സൂരജിന്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും പോലീസ് അറിയിച്ചിരുന്നു. കേരള മനസാക്ഷിയെ നടുക്കിയ ക്രൂര കൊലപാതകത്തിന്റെ കഥ പ്രമേയമാക്കിയ സിനിമ റിലീസിനൊരുങ്ങുന്നു. രാജകുമാരി എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. ഉണ്ണിദാസ് കൂട്ടത്തിൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ആത്മീയയാണ്. പുതുമുഖം ഫഹദ് സിദ്ദീഖാണ് ചിത്രത്തിലെ നായകൻ. കേരളക്കാരെ എന്നും ഓർമ്മിക്കുന്ന ഉത്രയുടെ കഥ സിനിമയായി എത്തുമ്പോൾ
ഇരുകൈയും നീട്ടി പ്രേക്ഷകർ അതിനെ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം.